അപ്പം ഞാൻ പോട്ടെ, എനിക്ക് 100 രൂപ ചേട്ടനോട് വെച്ചൊരു 100 രൂപയൊക്കെ വാങ്ങിച്ച് ഞാനിത് എങ്ങോട്ടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടിനടുത്ത് തന്നെ കൊറ്റംകുളങ്ങര ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെ ഇന്ന് ഉത്സവം തീരുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പടയണിയുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, ചേട്ടനും മോളും വരുന്നില്ല. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. നമുക്കന്ന് പടയണി കണ്ടാലോ? പടയണിയുടെ തുടക്കമാണ് കേട്ടോ ഇത്. ചെണ്ടമേളത്തിനും കുഴൽവിളിക്കും ശേഷം ദേവിയുടെ ഒരു വലിയ വിഗ്രഹം എന്താ ഒരു രഥത്തിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഗരുഡൻ പയറ്റിനൊക്കെ ശേഷം വന്ന ദേവിയുടെ ഒരു രൂപമാണിത് കേട്ടോ. ഇതൊരു ടാബ്ലോ ആണ്. ഇത് ദേവി ആദ്യം ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഇങ്ങനെ നോക്കുവാണ് തല തിരിച്ചിട്ടൊക്കെ. അപ്പോഴൊക്കെ പല കളറാവുന്നുണ്ട്, ചുവപ്പ്, പച്ച, മഞ്ഞ, വയലറ്റ്, അങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ. അവസാനം കുറച്ച് പുകയൊക്കെ വന്നിട്ട് ഇങ്ങനെ ദേവി അതിലിങ്ങനെ നിൽക്കുന്നതായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അതിനെ തുടർന്ന് വന്ന തെയ്യ രൂപങ്ങളായിരുന്നു ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതിങ്ങനെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന കാണാൻ നല്ല രസമായിരുന്നു. കുറേ എണ്ണം ഉണ്ടായിരുന്നു ഇതുപോലത്തെ രൂപങ്ങൾ. അപ്പോൾ അതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം ദേവിയുടെ തന്നെ പല പല രൂപങ്ങൾ ഇതാ ഇതുപോലെ ഒരു വലിയ വിഗ്രഹങ്ങളെ പോലെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇതിങ്ങനെ തലയിൽ വെച്ച് ചുമന്നുകൊണ്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കുറേ പേര്. നല്ല വെയിറ്റ് ഉള്ളതാണ് കേട്ടോ. എന്നാൽ ഇത് പലതരത്തിലുണ്ടായിരുന്നു. ഇത് വെച്ച് ഇതാ ഇങ്ങനെ കറക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനെ പലതരം രൂപങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയൊരു ടാബ്ലോ ആണ് കേട്ടോ. ഇത് എന്താണെന്നറിയാമോ ഇതിൻ്റെ തീം? അതായത് ദക്ഷ മഹാരാജാവ് സതീദേവി ഉൾപ്പെടുത്താതെ ഒരു യാഗം നടത്തുകയും അതിലെത്തുന്ന സതീദേവി അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുമ്പോൾ ശിവഭഗവാൻ ആ ദേവിയുടെ രൂപം എടുത്തു വെച്ചിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് താണ്ഡവം ആടുകയാണ്. അതെന്ത് ഭംഗിയായിട്ടാണെന്നറിയാമോ അതിൽ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നത്. കണ്ടു നിൽക്കാൻ എന്ത് രസമായിരുന്നെന്നറിയോ. അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അത്. അതിനുശേഷം വന്ന കലാരൂപങ്ങളായിരുന്നു ഇതൊക്കെ കേട്ടോ. പല കളറിൽ റോസ്, വയലറ്റ്, മഞ്ഞ, ഇതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിന്ന് കറങ്ങി കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് കറങ്ങുമ്പോൾ എന്തോ ഭംഗിയാണെന്നോ കാണാനായിട്ട്. പ്രത്യേകിച്ചും രാത്രി സമയത്ത് ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ലൊരു സുഖം തോന്നൂലേ. അതുപോലെ തന്നെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും. പിന്നെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർത്തോണവേ. പിന്നെ ഇതിലെ കുറുമ്പന്മാരായിട്ടുള്ള 2 പേരാണ് കേട്ടോ. ഇത് ഭയങ്കര പൊക്കവും വണ്ണവും. എപ്പം ഞാൻ വിചാരിച്ചു ഇവരിപ്പം മറിഞ്ഞു വീഴാൻ പോവാണോന്നും. മറിഞ്ഞു വീഴാൻ പോകുന്നതല്ല, ഇവന്മാർ മനഃപൂർവ്വം നമ്മുടെ മേത്തേക്ക് വരുന്നതാണ് കേട്ടോ. ഇവന്മാർ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയും രണ്ടും കൂടി ഇടിപിടിക്കുകയും ചെയ്യുവാണ് ഈ റോഡിൽ കിടന്ന്. ഇത്രയും വലിയ വെയിറ്റും വെച്ച് ഇത്രയും പൊക്കവും വണ്ണമുള്ള ഇവന്മാരുടെ ഇടി കാണാനും മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വന്ന ദേവരൂപങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ കേട്ടോ. ഇതുമൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഭയങ്കര മിനുക്കവും തിളക്കവും ഒക്കെ ലൈറ്റും ഒക്കെ ആയിട്ട് ആഹാ അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ പടയണി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ചെണ്ടമേളവും ഇതുപോലുള്ള കലാരൂപങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. ഇനി പടയണിയുടെ ഏറ്റവും ലാസ്റ്റ് വന്ന കലാപരിപാടിയായിരുന്നു ഇത് കേട്ടോ. കുറേ കുഞ്ഞ് ആൺപിള്ളേരും കുറച്ച് കുഞ്ഞ് പെൺപിള്ളേരും കൂടെ നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു. ഈ ഡാൻസ് ഏതാണെന്ന് അറിയാമോ? ഇന്ത പഞ്ചായത്തിലെ ആ പാട്ടില്ലേ, ദിലീപിൻ്റെ പടത്തിലെ ആ പാട്ടിൻ്റെ ഡാൻസ് ആയിരുന്നു ഇത് കേട്ടോ. എന്ത് രസമായിരുന്നെന്നോ കളിക്കുന്നത് കാണാനായിട്ട്. പക്ഷേ റോഡിൽ വെച്ചല്ലേ കളിക്കുന്നത്, അതുകൊണ്ട് ഇവർക്ക് കളിക്കാനുള്ള സ്പേസ് കൂടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരത് മനോഹരമായിട്ട് കളിച്ചു കേട്ടോ. അത്രമാത്രം ആളുണ്ടായിരുന്നു ഇത് കാണാനേ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.